പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിൽ ഏറ്റവും രസികന്മാരായിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരാണ്. പ്രത്യേകിച്ച് CPM-കാരാണ്, DYFI-കാരും അവരുടെ മുൻഗാമികളായിരുന്ന KSYF-കാരും SFI-കാരും അവരുടെ പൂർവ്വരൂപം വരുന്ന KSF-കാരുമാണ്. ഇവർ നവീനമായ പല സമര രീതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി മലയാളികളെ വളരെയധികം ആനന്ദിപ്പിച്ചിട്ടുണ്ട്, ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സമീപകാലത്ത് തന്നെ SFI-കാർ നടത്തിയ പല രസകരമായ സമരരൂപങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. സഖാവ് M. സ്വരാജ് SFI-യുടെ സംസ്ഥാന സെക്രട്ടറി, സഖാവ് സിന്ധു ജോയ് ഇപ്പോൾ സഖാവല്ല കേട്ടോ, അവർ ഈ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ കുരിശിൻ്റെ വഴിയിലാണ്. ലണ്ടനിലോ പ്രാന്തപ്രദേശത്ത് എവിടെയോ ഒരു സുവിശേഷ പ്രസംഗമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ സിന്ധു ജോയ് പ്രസിഡൻറ്റും സ്വരാജ് സെക്രട്ടറിയുമായിരുന്ന കാലത്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VK ബാലിയെ ഇവർ പ്രതീകാത്മകമായിട്ട് നാട് കടത്തി അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ഉണ്ടാക്കി കൊച്ചി കായലിൽ ഒഴുക്കുകയും ചെയ്തു. അത് അവരുടെ ഒരു കലാപരമായ സമരമായിരുന്നു. അതുപോലെയാണ് പിൽക്കാലത്ത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്യുന്ന ദിവസം അവർക്ക് കുഴിമാടമൊരുക്കി അന്ത്യോപചാരം അർപ്പിച്ച് ഒരു പുതിയ സമര മാതൃക സൃഷ്ടിച്ചത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് MA ബേബി അന്ന് ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. ഇത് ഇൻസ്റ്റലേഷൻ ആർട്ടാണ് എന്ന് പറഞ്ഞ് അവരെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. അത് സമരരീതി പിന്നെ മറ്റ് പല സ്ഥലത്തും നടന്നു. മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ചു, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ സമീപ ദിവസം നമ്മുടെ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സീസ തോമസ് കാലടി സർവകലാശാലയുടെ ക്യാമ്പസ് സന്ദർശിച്ച ദിവസം അവരുടെ ശവസംസ്കാര കർമ്മം ഇവർ ആചാരവിധി പ്രകാരം നടപ്പാക്കി. അത് അവരുടെ മൃതദേഹമല്ല അടക്കിയത്, ഇവരുടെ പ്രവർത്തിക്കാത്ത ലൈറ്റിൻ്റെ ശവസംസ്കാരമായിരുന്നൊക്കെ പിന്നീട് സഖാക്കന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രസകരമായ സമരങ്ങൾ ഇവർ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒരു വാർത്ത സത്യത്തിലെ ചിരിച്ചിരിച്ച് വശം കിട്ടും. SFI-കാരുടെ ഏറ്റവും പുതിയ ഒരു സമരമാർഗം എന്ന് പറയുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇയാൾ അറിയപ്പെടുന്ന ഒരു RSS അനുഭാവിയാണ്. പ്രത്യേകിച്ച് ഗവർണറെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പുള്ളി RSSകാരെക്കാളും RSSകാരനായിട്ട് ഭാവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് SFI-കാർ പ്രതീകാത്മകമായിട്ട് ചവിട്ടി താഴ്ത്തി എന്നാണ്. ഈ ചവിട്ടി താഴ്ത്തൽ എന്താണെന്ന് മനസ്സിലായില്ല, ഓണക്കാലമാണ്. മഹാബലിയെ വാമനൻ 3 അടി മണ്ണ് ചോദിച്ച് വന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ SFI സഖാക്കൾ വൈസ് ചാൻസലറെ ചവിട്ടി താഴ്ത്തിയത്. ഞാൻ ചിരിച്ചെന്താ വെച്ചാൽ ചവിട്ടി താഴ്ത്തിയതുകൊണ്ടല്ല, ചവിട്ടി താഴ്ത്തുന്നത് മഹാബലിയെയാണ്, ചവിട്ടി താഴ്ത്തിയത് വാമനനാണ്. അപ്പോൾ SFI-കാർ ഏത് റോളിലാണ് നിൽക്കുന്നത്, വൈസ് ചാൻസലർ ഏത് റോളിലാണ് എന്നാലോചിച്ചിട്ട് ചിരിച്ചതാണ്. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ നാളെ അവർ വേണമെങ്കിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കുരിശിൽ തറക്കാനും മടിക്കില്ല. കാരണം ഒരാളെ ചവിട്ടി താഴ്ത്തിയാൽ പിന്നെ ഒരാളെ കുരിശിൽ തറക്കണം. അപ്പോൾ ഈ കുരിശിൽ തറക്കുന്നവരാരാണ്, തറക്കപ്പെടുന്നവരാരാണ് എന്ന കാര്യം സഖാക്കൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവരത് ആലോചിക്കുകയില്ല. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. ഏറ്റവും പുതിയ വേറൊരു സമര രീതി, ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹന കുന്നുമ്മൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം വച്ചിട്ട് പെൺകുട്ടികൾ കണ്ണ് കെട്ടി വന്ന് ഇയാൾക്ക് പൊട്ട് തെളിയിക്കുന്ന പരിപാടി, സുന്ദരിക്ക് ഒരു പൊട്ടുകുത്തൽ എന്നൊക്കെ പറഞ്ഞ ഒരു വിനോദം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരു കണ്ണ് കെട്ടിയിട്ട് ഒരു പടത്തിന്മേൽ പൊട്ട് തൊടിക്കുക. ഇവിടെ അതുപോലത്തെ ഒരു പരിപാടി നമ്മുടെ വൈസ് ചാൻസലർക്കെതിരായിട്ട് നടപ്പാക്കി. ഇതൊക്കെയാണ് SFI-കാരുടെ ഭാവന എന്ന് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതല്ല. ഈ മാസപ്പടി കേസിൽ പാർട്ടിയും പാർട്ടിയുടെ പരമോന്നത നേതാവിൻ്റെ മകളുടെ ഭർത്താവും ഒക്കെ ആകെ നാണം കെട്ട് നിൽക്കുകയുള്ളൂ. പ്രിയപ്പെട്ട SFI-കാരെ, DYFI-കാരെ, നിങ്ങൾക്ക് ഭാവനാപൂർണ്ണമായ എന്തെങ്കിലും ഒരു സമര മാതൃക നിങ്ങളുടെ സ്വന്തം നേതാവിനെതിരായിട്ട് നടപ്പാക്കാൻ പറ്റുമോ? സഖാവ് മുഹമ്മദ് റിയാസിന് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരിവള ഇട്ട് കൊടുക്കുന്ന ഒരു സമര രീതി നമുക്ക് ആലോചിച്ചുകൂടെ? റിയാസിന് ഒരു കരിവള എന്ന സമരത്തിന് ഞാൻ പേരിടുകയാണ്. നല്ല പരിപാടിയല്ലേ? അല്ലെങ്കിൽ സ്വന്തം മകൾക്ക് അവിഹിതമായിട്ട് പണം സമ്പാദിക്കാനും ഇവിടെ സമ്പാദിച്ച പണം മാസപ്പടി കിട്ടിയ കാശ് വിദേശത്തേക്ക് ഡോളറാക്കി അയക്കാനും ഒത്താശ ചെയ്ത് കൊടുത്ത നിങ്ങളുടെ നേതാവിന് അദ്ദേഹത്തിന് പ്രതീകാത്മകമായിട്ട്
കുറച്ച് ഡോളർ അയച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ അമേരിക്കൻ ഡോളർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഡോളർ നോട്ടുകളുടെ ഫോട്ടോഷാറ്റ് എടുത്ത് അന്തമാസപ്പടിക്ക് ഇന്ത് ഡോളർ എന്നൊരു സമര പരിപാടി ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന് പോസ്റ്റിൽ അയച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എൻ്റെ ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് പയറ്റി നോക്കാവുന്നത്. എന്നെക്കാളൊക്കെ ഭാവനയുള്ള ആളുകളാണ് SFIയിലും DYFIയിലും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. നമുക്കൊരു പുതുമ വേണ്ടേ? അല്ലെങ്കിൽ ജീവിതം വളരെ വിരസമായി പോകുമല്ലോ. പിണറായിക്കൊരു ഡോളർ, അല്ലെങ്കിൽ റിയാസിനൊരു കരിവള എന്നൊക്കെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. അങ്ങനെയാണെങ്കിൽ അത് കാണാനും കേൾക്കാനും ഒരു ഇമ്പുണ്ടാവും. നല്ല പരിപാടികൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീണയ്ക്ക് ഒരു പുതിയ കമ്പി, പാർട്ടിയുടെ പേരും പെരുമയും ഈ പരദേശത്തും വിദേശത്തുമൊക്കെ പ്രസിദ്ധമാക്കിയ, അല്ലെങ്കിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറയുന്ന നേതാവിനുള്ള ആദര സൂചകമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയെന്നതായിരിക്കും. അല്ലെങ്കിൽ പൂട്ടിപ്പോയ ലേക്കർ ഇന്ത്യയുടെ ഓഫീസ് കോഴിക്കോട്ട് ധീര സഖാക്കൾ വീണ്ടും തുറക്കുന്നു. അത് ചെയ്യാവുന്നതല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കി. നിങ്ങളെപ്പോലെ ഭാവനാശാലികൾ കേരളത്തിൽ വേറെ ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്ലീസ്. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം.